Good morning. Good Good morning, ma'am. morning. Good Morning. morning. Good morning. Good morning, Good ma'am. evening, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്താണ്? സ്ട്രാറ്റജീസ് ആണ് അല്ലെ? ഓർമ്മയുണ്ടോ 4 സ്ട്രാറ്റജീസും? ഏതൊക്കെയായിരുന്നു 4 സ്ട്രാറ്റജി? ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രമോഷണൽ സ്ട്രാറ്റജി. ഓക്കെ, എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു എയിം? എയിം എന്തായിരുന്നു? എന്താണ് ഈ എക്സ്പെക്ടേഷൻ അല്ലെ? ബയറുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക എന്നതാണ്. പിന്നെ എന്താണ് പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? മെത്തേഡ് ആണ് അല്ലെ? പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? വെരി ഗുഡ്. ഇനി ഏതായിരുന്നു പ്രൈസിങ് സ്ട്രാറ്റജി? എന്തായിരുന്നു? പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റിംഗ് എന്താണ്? പ്രൈസ് അല്ല, പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? പ്ലാൻ ആണ്. എന്താണ്? അഡ്വർടൈസിങ് അല്ലെ? നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്താൻ പോകുന്നുണ്ട് അല്ലെ? മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്നുള്ളൊരു നമ്മള് അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എടുക്കുക അല്ലെ? ഓക്കെ, പ്രമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കമ്പനീസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് അല്ലെ? കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുക നമ്മുടെ പ്രൊഡക്റ്റ് എത്താൻ പോകുന്നുണ്ട് എന്നുള്ളൊരു പ്ലാൻ. ഓക്കെ, അഡ്വർടൈസിങ്ങിലൂടെയൊക്കെ നമ്മൾ കൊടുക്കും. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോഴും പഴയ പ്രൊഡക്റ്റുകൾ നമ്മൾ റീഡിസൈൻ ചെയ്ത് പുതിയതാക്കി മാർക്കറ്റിലോട്ട് ഇറക്കാറുണ്ട്. ഓർമ്മയുണ്ടോ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്? പഴയ പ്രൊഡക്റ്റ് റീഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പുതിയതായിട്ട് നമ്മളൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് ആക്കി ഇറക്കി അല്ലെ? നമ്മള് മൗസ് ട്രാക്കും കൊക്കക്കോളയുടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അതിൽ കൊക്കക്കോളയാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മയുണ്ട്, സന്തോഷം. ഓക്കെ, അപ്പോ അതിന്റെ സ്റ്റെപ്പുകൾ ഒരു 6 സ്റ്റെപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. എന്ത് ചെയ്യണം നമ്മള്? ജനറേഷൻ എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക അല്ലെ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ നമ്മൾ വികസിപ്പിച്ചെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. നോക്കാം. The idea born in the minds of an individual or group. അല്ലെ? ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നതാവാം ആ ഐഡിയ, അല്ലെങ്കിൽ നമ്മള് ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് വന്നതാവാം. എന്ത്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ എല്ലാവരും കൂടി പറഞ്ഞ് ചിലപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നതാവാം. ചിലപ്പോ ഒരാളുടെ അല്ലെ? ഒരാളുടെ ഐഡിയ ആയിരിക്കാം. അതാണ് അവിടെ പറയുന്നത്. ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ കയ്യിൽ നിന്ന് വന്നതാവാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി ആ ഐഡിയ കിട്ടി, നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയ വന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്രീനിങ്? സൂക്ഷ്മ പരിശോധന അല്ലെ? ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? പരിശോധിക്കുക. The idea that meet up with the company objective and promise goods safe and taken into consideration. Decision made is important. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്?
നമ്മളൊരു ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാവാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കമ്പനിയുടെ നമ്മൾ എന്ത് നോക്കണം, ആ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ. ഏതൊരു ഫേം തുടങ്ങിക്കഴിഞ്ഞാലും സ്കൂൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു ബാങ്ക് ആയിക്കോട്ടെ, ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ. ആ ഒബ്ജക്റ്റീവ് നമ്മൾ അറിഞ്ഞ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ രീതിയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ആ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ രീതിയിൽ, പല പല ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും, ആ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ശരിയായ സെയിൽസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി എന്താണ്, പിന്നീട് എന്താണ്, ഡിസിഷൻ നമ്മൾ എടുക്കുന്നു അല്ലെ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പിന്നീട് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി നോക്കി, യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഇനി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതിന് വേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഓരോ ഫാക്ടേഴ്സും നമ്മൾ നോക്കണം. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ക്വാളിറ്റിക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ, സാധാരണക്കാരന് കിട്ടുന്ന രീതിയിലുള്ള വിലയും കൂടി അല്ലെ. അപ്പൊ ക്വാളിറ്റിയും വേണം, അതുപോലെ തന്നെ വിലയും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വാളിറ്റി മാത്രം പറയുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യാം, ക്വാളിറ്റി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്തൊക്കെ നോക്കേണ്ടത്? നെക്സ്റ്റ് നോക്കി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോ മെറ്റീരിയൽസ് എന്താ? കൊമേഴ്സുകാരില്ലേ, എന്താ റോ മെറ്റീരിയൽസ്? ഇൻഗ്രീഡിയന്റ്, അല്ലെങ്കിൽ എന്താ അസംസ്കൃത വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അസംസ്കൃത വസ്തുക്കൾ, അത് ഉണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള, ഇപ്പൊ സോപ്പ് ആണെങ്കിൽ സോപ്പ് നിർമ്മിക്കാൻ വേണ്ടതായിട്ടുള്ള എന്തൊക്കെ വേണം അല്ലെ. ഇപ്പൊ വെളിച്ചെണ്ണ വേണം, അതുപോലെ തന്നെ അതിനെ പറ്റിയ കുറെ അധികം അതെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓർ പേഴ്സണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ആരെ ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ സ്റ്റാഫുകൾ, ലേബേഴ്സ് വേണോ അല്ലെ, ഇല്ലേ? മെഷീൻസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, ഓരോ ലേബേഴ്സ് വേണം അല്ലെ. അതനുസരിച്ചുള്ള ലേബേഴ്സ് വേണം, എംപ്ലോയീസ്, അതിനെയൊക്കെയാണ് നമ്മൾ പേഴ്സണൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള അസംസ്കൃത വസ്തുക്കളും അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്താണ് നോക്കേണ്ടത്? കമ്പനീസ് ക്യാപ്പബിലിറ്റി. എന്താണ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ? ക്യാപ്പബിലിറ്റി, കപ്പാസിറ്റി അല്ലെ, കഴിവുണ്ടോ അല്ലെ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി, അപ്പൊ കമ്പനിക്ക് അത് നിർമ്മിക്കാൻ വേണ്ടതായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കഴിവുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ സ്ക്രീനിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കാം, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടായാലും നമ്മളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ. പിന്നീട് എന്തും കൂടി നോക്കണം, മാർക്കറ്റിൽ അത് നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാം. പിന്നെ ചെക്ക് ലിസ്റ്റ് നോക്കി ഫാക്ടേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം അല്ലെ. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ക്വാളിറ്റി നോക്കണം, പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കാം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ അവിടെ അവൈലബിൾ ആണോ. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു ലേബേഴ്സ്, വർക്കേഴ്സ് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം.
പിന്നെ എന്താണ്, കമ്പനിക്ക് അതനുസരിച്ചുള്ള കഴിവുകളുണ്ടോ, അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി എന്താ, ഫെസിലിറ്റീസ് റിക്വയർഡ്. നമ്മൾ ഉണ്ടാക്കി അല്ലെ, പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റഴിഞ്ഞ് പോവോ, നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, സെയിൽസിന് അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അല്ലെ, അങ്ങനെയുള്ളത് നോക്കാം. അത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ്ങിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബിസിനസ് അനാലിസിസ്. തേർഡ് സ്റ്റെപ്പ് ആണ് കേട്ടോ. ഓരോ സ്റ്റെപ്പും പഠിച്ചു വെക്കണം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ ഓർഡറിൽ, കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇവാലുവേഷൻ ഓഫ് ഓവർഓൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എന്താണ്, മൊത്തത്തിലുള്ള സമഗ്രമായ, കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാല് സമഗ്രമായ വിപണി സാധ്യത നിലനിർത്തുക. അതായത് നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവന്നു അല്ലെ, ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നു. അതിനുശേഷം അതിന്റെ ക്വാളിറ്റി, റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കപ്പാസിറ്റി, ഇതൊക്കെ സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് വിപണിയിൽ എത്രമാത്രം വിറ്റഴിഞ്ഞു പോകും എന്നുള്ളത് വിലയിരുത്തുകയും അതുപോലെ തന്നെ അങ്ങനെ നല്ലൊരു വിറ്റഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കാനായിട്ടും നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇത് ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞാല്. മാർക്കറ്റില് ഈ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വിറ്റഴിഞ്ഞു പോകോ അല്ലെങ്കിൽ ഫെയിൽ ആവോ, പ്രോഫിറ്റ് കിട്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. ഇനി എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് അല്ലെ, എന്താണ്, അത് പ്രൊഡക്ഷൻ നടത്താനായിട്ട്, ആ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്താനായിട്ടും പ്രമോഷൻ നടത്താനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ടും വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് വളർച്ചാ നിരക്കും, പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് അല്ലെ, മറ്റു പ്രൊഡക്റ്റുകളോട്. ഇപ്പൊ സോപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ ആ സോപ്പിന്റെ പല പല ബ്രാൻഡുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ലെക്സ് ഉണ്ട്, റെക്സോൺ ഉണ്ട്, ക്യൂട്ടി, അതുപോലെ തന്നെ കുറെ സോപ്പുകൾ ഉണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ അവരുമായിട്ട് നിന്നുകൊണ്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്, അത് ഫെയിൽ ആയി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലോസ് ഉണ്ടാവാം. അതുകൊണ്ടാണ് പറയുന്നത് വളർച്ചാ നിരക്ക് ഉണ്ടാവോ, അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് ഉണ്ടാവോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതാണ് ബിസിനസ് അനാലിസിസിൽ പറയുന്നത്. ഓക്കെ ആണോ? അത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ. തേർഡ് സ്റ്റെപ്പ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബിസിനസ് അനാലിസിസിലെ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ നമ്മൾ അത് പ്രൊഡക്ഷൻ നടത്തണം, അത് പ്രൊമോഷൻ നടത്തണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അതിന് വേണ്ടതായിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇല്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ്, അതിന്റെ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് വളർച്ചാ നിരക്ക്,
പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു സോപ്പ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ് അതിന് നമ്മൾ ബ്രാൻഡ് നെയിം വെക്കണം, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മറ്റു ബ്രാൻഡുകളോട് ഇപ്പൊ ലെക്സ്, റെക്സോണ, അതുപോലെയുള്ള ആയുഷ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ബ്രാൻഡിലുള്ള സോപ്പുകളുണ്ട്. അപ്പൊ അതുമായിട്ട് നിന്നുകൊണ്ട് അത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, വിപണിയിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെയിൽ ഉണ്ടാവോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കിട്ടിയോ? ഓക്കെ. അതെ അതെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നോക്കാം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കൊമേഴ്സുകാർക്ക് എളുപ്പമായിരിക്കും, അവര് മേഖല പഠിച്ചത് കൊണ്ട്, മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചത് കൊണ്ട് എളുപ്പമായിരിക്കും. മറ്റു കുട്ടികൾ ശ്രദ്ധിക്കാട്ടോ, പറയുമ്പോ ചിലപ്പോ അവർക്ക് കിട്ടില്ല, ചിലപ്പോ ബോറടിക്കാം. ഇനിയുള്ള പോർഷൻസ് ഞാൻ പറയാം. ഇനിയുള്ള പോർഷൻസ്, മാർക്കറ്റിംഗിലെ പോർഷൻസ് ചിലപ്പോ എക്കണോമിക്സ് ആണ്. അതും കുഴപ്പമൊന്നുമില്ല, എക്കണോമിക്സ് ആയാലും ആ ഒരു മേഖലയാണല്ലോ, അതുകൊണ്ട് അത്ര അല്ലെ ബോറടിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളതായതുകൊണ്ട് നമുക്ക് കേൾക്കാനായിട്ടും പഠിക്കാനായിട്ടും ഇഷ്ടമായിരിക്കും. ഇനിയുള്ള പോർഷൻസ് ഒക്കെ ചിലപ്പോ ഒത്തിരി ബോറടിക്കും, അത് നിങ്ങൾ സഹിക്കാം, അല്ലാണ്ട് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഉണ്ട്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 4 നോക്കാം. എന്താണ്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഇനി എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു അല്ലെ, നമ്മൾ മാർക്കറ്റിൽ അനാലിസിസ് ഒക്കെ നടത്തി, അതിനുശേഷം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിലോട്ട് നമ്മൾ കടന്നു. നോക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻസ്, വാൻസ്, പാക്കേജിംഗ്, ബ്രാൻഡിങ് എക്സെട്ര. ഇവിടെ എന്താ പറയുന്നത്? ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഈ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ്, പ്രതികരണം അല്ലെ, ഫീഡ്ബാക്കുകള്, അതുപോലെ തന്നെ അവരുടെ വാൻസ്, ആവശ്യങ്ങള്, അതുപോലെ തന്നെ എങ്ങനെ പാക്കേജിങ് ചെയ്യണം, എങ്ങനെ ബ്രാൻഡിങ് നടത്തണം അല്ലെ, പാക്കേജിങ്, അതിനുള്ള ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് ഒക്കെ പാക്കേജിങ് ഒക്കെ കണ്ട് നമ്മൾ അട്രാക്റ്റീവ് ആവാറുണ്ട്. അതിന്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ബ്രാൻഡ് നെയിം നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ പാക്കേജിങ് ചെയ്യണം, പാക്കിങ് ചെയ്യണം, അതിനെ ബ്രാൻഡിങ് നടത്തണം എന്നുള്ളതിന്റെ ഫീഡ്ബാക്ക് തരുന്നത് ആരാണെന്നാണ് പറയുന്നത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻ ഉണ്ട്, അവരുടെ വാൻസ്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ടും, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് അതിന്റെ പാക്കേജിങ്ങും, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ബ്രാൻഡിങ്ങിന്റെയും വിവരങ്ങൾ, അതിന്റെ ഫീഡ്ബാക്കുകൾ തരുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി നോക്കി, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് ആരാണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് മാറ്റുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്രയും കാര്യങ്ങളാണ് 4th സ്റ്റെപ്പിൽ വരുന്നത്. നെക്സ്റ്റ് 5th സ്റ്റെപ്പ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഒരു കാര്യം, നമ്മളിപ്പോ മാർക്കറ്റില് നമ്മള് പല പ്രൊഡക്റ്റുകളുടെയും എന്താ വലിയ ബോട്ടിലുകളൊന്നും ആക്കിയിട്ട് ആദ്യമേ അവർ ഇറക്കാറില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഷാംപൂസിന് ഇപ്പോ 1 രൂപയുടെ പാക്കറ്റ് സാമ്പിൾസ് അവരിറക്കും. ആദ്യം സാമ്പിൾസ് ഇറക്കി നോക്കും. അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഷാംപൂവിന്റെ ഇപ്പൊ 2 രൂപയുടെ പാക്കറ്റ് ഉണ്ടാവാം, 5 രൂപയുടെ പാക്കറ്റ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പാക്കറ്റുകളിൽ ആദ്യം കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്ത് നോക്കും. അതിൽ അവര് അട്രാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്?
മാർക്കറ്റിൽ ഏത് ഷാമ്പൂനാണ് അവര് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് കമേഴ്സ്യലൈസേഷൻ. കമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാണിജ്യവൽക്കരണം, ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. എന്താണ്, ആ ടെസ്റ്റ് മാർക്കറ്റിംഗിൽ ഏതാണോ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് അതിന്റെ ഫുൾ ബോട്ടിലാക്കിയിട്ട് അവര് ഇറക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, കമേഴ്സ്യലൈസേഷൻ. ആദ്യം ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തും, അതിൽ അവർ അട്രാക്റ്റീവ് ആയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഉണ്ടാവോ പ്രോഫിറ്റ് ഉണ്ടാവോ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അവര് കസ്റ്റമേഴ്സ് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവര് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷാമ്പുവിന്റെ ഫുൾ ബോട്ടിലാക്കിയിട്ട് അവര് പ്രൊഡക്ഷൻ നടത്താനായിട്ട് തുടങ്ങും. ഓക്കെ, വായിച്ചു നോക്കിയേ, 6 സ്റ്റെപ്പും വായിച്ചു നോക്കാം കേട്ടോ, ഇമ്പോർട്ടൻസ് ആണ്. ബ്രീഫ് പറയുമെന്ന് വെച്ചത് ഇപ്പൊ കേറിയുള്ളോ ക്ലാസ്സില്, അല്ലെങ്കിൽ ആദ്യം തൊട്ട് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ല, അതാണോ? എന്താ കാരണം? ആദ്യം തൊട്ട് പറഞ്ഞപ്പോ മനസ്സിലാവാണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോഴാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? 6th സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? കൊമേഴ്സ് സ്റ്റുഡൻസിനോടല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൊമേഴ്സ് അല്ലാത്ത കുട്ടികളോടാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഫസ്റ്റ് തൊട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്ത് പറ്റി, ഒന്നും മനസ്സിലാവായില്ല? അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വീട്ടിൽ വല്ല ജോലി ചെയ്യാൻ പോയോ? അതുകൊണ്ടാണോ? ഓക്കെ, ആരാ ഒന്ന് ഈ കുട്ടിക്ക് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം? ആര് പറയും? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കോ? മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ശരണ്യ പറഞ്ഞോളൂ. നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പഴയ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ റീഡിസൈൻ ചെയ്യാനുള്ള പ്രോഗ്രാംസ് 6 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ഐഡിയാസിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയാസ് വികസിപ്പിച്ചെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രീനിങ് ആണ്. അതായത് ഒരു ടെസ്റ്റ്, അതായത് ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തുക. അതായത് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിന് അതായത് വേണ്ട പ്രോഡക്റ്റ്
കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അറിഞ്ഞ് അതിൻ്റെതായ രീതിയിൽ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു ശരിയായ സെയിൽസ് വാഗ്ദാനം ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തുക, അതിനുശേഷം അതിന് വേണ്ട ഡിസിഷൻസ് എടുക്കുക, അതിനുശേഷം ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് വേണ്ട ഫാക്ടേഴ്സ്, അതായത് ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റി എന്താണെന്ന് നോക്കുക, അതിനുശേഷം അതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി നോക്കുക, അതിനുശേഷം അത് നിർമ്മിക്കാൻ കമ്പനിയുടെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട്, അത് നിർമ്മിക്കാൻ പറ്റുന്ന കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം സാഹചര്യം, അതായത് ഇതിന് സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടോ എന്നും നോക്കുക. അതാണ് സെക്കൻഡ് സ്ക്രീനിങ്ങിനകത്ത് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് ബിസിനസ് അനലൈസിസ് എന്ന് പറയുന്നത്, അതായത് മൊത്തത്തിലുള്ള ഒരു സമഗ്രമായ വിപണന സാധ്യതകൾ വിലയിരുത്തുക. അതായത് ഒരു പ്രൊഡക്ഷൻ, അതായത് നമുക്ക് പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് അതിന്റെ വളർച്ചാ നിരക്ക്, അത് മറ്റ് കമ്പനികളായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, ആവശ്യമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസും ഇതാക്കുക. അതായത് മാർക്കറ്റിൽ എടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഫിനാൻഷ്യൽ നല്ല സ്റ്റേബിലിറ്റികൾ നോക്കുക. നാലാമത്തേത് വരുന്ന പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതായത് ഒരു കൺസ്യൂമർ റിയാക്ഷൻസ്, വാൻസ്, പാക്കേജിങ്, ബ്രാൻഡിങ് എങ്ങനെ തുടങ്ങിയുള്ള ഫീഡ്ബാക്കുകളെല്ലാം തരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഐഡിയാസ് അല്ല നമ്മുടെ ഈ പ്രോഡക്റ്റിനെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഒരു ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ വിപണിയിൽ ഇറക്കുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻ എന്താണ്, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞോ? വേറൊരാളും കൂടി കൃത്യമായിട്ടൊന്ന് പറയോ? സെറിന പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു പതർച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. വേറൊരാളും കൂടി എല്ലാരും പറയും. ആരുമില്ലേ പറയാനായിട്ട്? ഗുഡ് മോർണിംഗ് മാം. പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴയ നിലനിന്നിരുന്ന ഒരു പ്രൊഡക്റ്റിനെ പുതിയതായിട്ട് ആയിട്ട് വരുന്നത്, അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് മനസ്സിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു മോഡൽ ആദ്യം രൂപപ്പെടുന്നു. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ക്ലിയർ ആണ്. പറഞ്ഞു. ഓക്കെ മാം, ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടായിരുന്നോ മാം പറഞ്ഞത്? അവിടെ ഓക്കെ, സ്റ്റെപ്പ് 1 ഹലോ മാം. സ്റ്റെപ്പ് 1 പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ് ഓരോ വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മനസ്സിൽ ആ ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒരു പ്രൊഡക്റ്റ് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ തുടങ്ങുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ രണ്ടാമത് വരുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതില്
കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും പ്രോമിസും അതിന്റെ സാധ്യതകളായിട്ട് ഒത്തുപോകുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഇതിൽ സ്വീകരിക്കുന്നത്. അതിൽ കമ്പനിക്ക് അതിന്റെ പോളിസിയും കാര്യങ്ങളായിട്ട് ഒത്തുപോകുന്ന, അവർക്ക് കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്ട്സ് അവര് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, ഈ പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ എടുക്കുന്ന തീരുമാനമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫാക്ടേഴ്സ്, ഓരോ ഘടകങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ക്വാളിറ്റിയാണ്. ഓരോ റോ മെറ്റീരിയൽസിന്റെയും ക്വാളിറ്റി, അതിന് കിട്ടുന്ന സർവീസ്, അത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈ പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കള്, പിന്നെ അത് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന സ്റ്റാഫ്സ്, പേഴ്സണൽസ്, അവരുടെയൊക്കെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അത് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന കമ്പനി കേപ്പബിലിറ്റി, കാര്യക്ഷമത കൂടി ഇതില് നിർവചനീയമായ ഒരു ഘടകമാണ്. പിന്നെ അത് കൂടാതെ ഫെസിലിറ്റീസ്, ഹലോ, കേൾക്കുന്നില്ലല്ലോ. റേഞ്ച് പോകുന്നുണ്ടല്ലേ? വോയിസ് കട്ടോ? വോയിസ് ത്തിനുള്ള സാധ്യത റേഞ്ച് ഇല്ല. കമ്പനിക്ക് റേഞ്ച് പോകും. അപ്പൊ എന്താണ്, സ്റ്റെപ്പ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഒരു പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സർവീസ് തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിന് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫങ്ഷൻസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഹാസ് ബീൻ ബ്രോഡ്ലി adopted as a way to learn about the markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. അതായത് നമ്മൾ പറഞ്ഞ ഒരു പുതിയൊരു മാർക്കറ്റിൽ ഒരു പുതിയൊരു സർവീസ് ഹോസ്പിറ്റലിൽ ഒരു പുതിയൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അതിനകത്തുള്ളത് നോക്കിയേ. നമ്മൾ ആദ്യം ടു ലേൺ അബൌട്ട് ദ മാർക്കറ്റ്, അല്ലെ? ഇപ്പൊ ഒരു പുതിയൊരു, നമുക്കറിയാം ഒരു എന്താ, ഇപ്പോ ഒരു ജില്ലയിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 or 6 അല്ലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എറണാകുളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആസ്റ്റർ ഉണ്ട്, അമൃതയുണ്ട്, റിമൈൻ മെഡ്സിറ്റി ഉണ്ട്, ലിസി ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. അപ്പോ ഇതിലാദ്യ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു സർവീസ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ, ഇപ്പൊ ഒരു ആസ്റ്ററിലാണ് ഒരു പുതിയൊരു ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആസ്റ്ററുകാർ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് എന്താണ്, പേഷ്യൻസ് അവിടെ വരുമോ, ആ സർവീസ് സ്വീകരിക്കാൻ വരുമോ, അവൈലബിൾ ആയിരിക്കോ എന്നുള്ളത് നോക്കണം ഇല്ലേ? അല്ലെങ്കിൽ ആ സർവീസ് അവര് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താണ്, ചിലപ്പോ മറ്റു ഹോസ്പിറ്റലായിരിക്കും അവര് പോകുന്നത് അല്ലെ. അപ്പൊ അത് നമ്മള്
ആ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ മാർക്കറ്റ് അല്ലെ, നമ്മളിപ്പോ ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് ആദ്യം പഠിക്കണം. ഗവേഷണം നടത്താറുണ്ട് അല്ലെ, ഗവേഷണം നടത്തിയിട്ടാണ് നമ്മൾ ആദ്യം ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു പുതിയൊരു ടെക്നോളജി, ഇപ്പൊ ഒരു പുതിയൊരു മിഷൻ വെക്കുകയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും പുതിയൊരു സർവീസ് ആരംഭിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം അത് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് എന്ത് ചെയ്യണം? അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. ഇവിടെ ആരായിരിക്കും സഫിഷ്യന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ ആരായിരിക്കും റിസോഴ്സസ്? ലേബേഴ്സ് ആയിരിക്കോ? ഡോക്ടേഴ്സ് ആയിരിക്കോ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിരിക്കോ? ഇല്ല. ആരാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? പേഷ്യൻസ് ആണ്. അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താ? ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്. ഉചിതമായിട്ടുള്ള സർവീസസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. ഇനി ഇങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം എന്താണ്? അവരിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയെല്ലാം പറ്റും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്? പ്രമോഷൻസ് കൊടുക്കുക. വെരി ഗുഡ് അല്ലെ, പ്രമോഷൻസ് അഡ്വർടൈസിംഗിലൂടെ. നമുക്കറിയാം ഇപ്പൊ ഒരു അഹല്യയുടെ ഹോസ്പിറ്റലിന്റെ ആഡുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവരെന്താണ് പുതിയ ടെക്നോളജീസ്, പുതിയ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രമോഷണൽ ആക്ടിവിറ്റീസ് ആണ് അവർ നടത്തുന്നത്. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സിലേക്ക് ഇന്ന ടെക്നോളജി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പുതിയ ഡോക്ടേഴ്സുകൾ, പുതിയ സ്പെഷ്യലിസ്റ്റുകൾ അവിടെ അവൈലബിൾ ആണെന്നുള്ള വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ആദ്യം മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കണം. പിന്നീട് എന്താണ്? അതെ, ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ എന്താ? ആദ്യം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള രീതിയിലുള്ള സർവീസസുകൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക, അവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഈ 2 സ്റ്റെപ്പുകളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. മാർക്കറ്റിംഗ് പ്ലാനും അതുപോലെ തന്നെ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഓക്കെ, മാർക്കറ്റ് പ്ലാനും ഉണ്ട്, പ്ലാനിങ്ങും ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇനി മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് ഒരു 7 എലമെന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ഏതൊക്കെയാണ്? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, analyze, research, identify a budget, develop market strategies, develop an implementation schedule, create an evaluation process. അങ്ങനെയുള്ള 7 എലമെന്റ്സ് ആണ് മാർക്കറ്റിംഗ് പ്ലാനിൽ ഉള്ളത് കേട്ടോ. 7 എലമെന്റ്സും ഒന്ന് വായിച്ചു വെക്കാം. എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ 7 എലമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ. ഓക്കെ, ഇനി എന്താണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. അതാണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. നോക്കാം. സെറ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിംസ് ടു അച്ചീവ് ഓവർ എ നെക്സ്റ്റ് 18 to 24 months due to shift changes happening in the healthcare environment. We do not suggest planning specific activities more than 2 years in advance. ഇവിടെ പറയുന്നത് എന്താണ്? ട്രൂത്ത്ഫുൾ അല്ലെ, സത്യസന്ധമായിട്ടും മെഷറബിൾ അളക്കാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം നമ്മള് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പറയാം, ഏതൊരു ഫോമിനും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്തുണ്ട്? ഗോൾ ഉണ്ട് അല്ലെ, ലക്ഷ്യമുണ്ട്. ആ ഗോള്, ഇപ്പൊ ഹോസ്പിറ്റലിന് ഒരു ഗോൾ ഉണ്ട്. ആ ഗോള് സെറ്റ് ചെയ്യേണ്ടത് എന്താണ്? സത്യസന്ധമായിട്ടും മെഷറബിൾ ആയിട്ടും അളക്കാൻ പറ്റുന്ന രീതിയിലുമായിരിക്കണം ഗോള് നമ്മൾ അല്ലെങ്കിൽ എയിം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു ഹോസ്പിറ്റലിൽ ഒരു ന്യൂ സർവീസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ള ലക്ഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്കൊരു പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു
സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷത്തിനുള്ളിൽ 18 to 24 months എന്നാണ് പറയുന്നത്. അതായത് 24 months എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 വർഷം അല്ലെ. 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ലക്ഷ്യമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ലക്ഷ്യം നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തേണ്ടത് എങ്ങനെയാണ്? 24 months അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യുന്ന ഗോളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? ഡ്യൂ ടു ദ സ്വിഫ്റ്റ് ചേഞ്ച് ഹാപ്പനിങ് ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. നമുക്കറിയാം, ഹെൽത്ത് കെയർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വിഫ്റ്റ് ചേഞ്ച്, പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാകുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ടെക്നോളജി തുടങ്ങാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇങ്ങനെ 1, 2, 3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും മറ്റു ഹോസ്പിറ്റൽസിലൊക്കെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മളിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് തന്നെ ചെയ്യണോ അല്ലെ. ഹോസ്പിറ്റൽ മേഖലകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചേഞ്ചുകൾ വരുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണോ ലക്ഷ്യം നമ്മൾ നോക്കുന്നത്, ആ ലക്ഷ്യം നമ്മൾ 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന ഗോള് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. എക്സാമ്പിള്, expand the number of new patients seen in practice by 5% within the first 6 months and 10% by the end of first year. നമ്മൾ പറഞ്ഞു 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യമായിരിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോ ഫസ്റ്റ് 6 months എത്ര പെർസെന്റേജ് പേഷ്യൻസിനെ കൂട്ടണം എന്നാ പറയുന്നത്? 5%. ഇനി ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ആവുമ്പോ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ആവുമ്പോ 10% പേഷ്യൻസിനെ കൂട്ടണം. ഇനി 24 months ആകുമ്പോ എത്ര വേണം? എക്സ്പാൻഡ് അവർ ഗ്രോത്ത് റവന്യൂ ബൈ 30% വിത്തിൻ ദ 24 months. 2 വർഷത്തിനുള്ളിൽ എത്ര പെർസെന്റേജ് കൂടണം? 30% കൂടണം. അപ്പൊ ഇത്രയും ജനങ്ങളെ നമ്മള് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒന്നും മനസ്സിലാക്കി വെക്കാട്ടോ. അതൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല, എക്സാമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത്രയും രീതിയിൽ അത്രയും പെർസെന്റേജ് ഓഫ് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ? കൊമേഴ്സ് സ്റ്റുഡന്റിനോടല്ല കേട്ടോ, കൊമേഴ്സുകാരോടല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ആണ്? ഓക്കെ, അപ്പൊ വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെന്റ് ആണ് എന്ത്? കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പുതിയൊരു സർവീസ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഗവേഷണം നടത്താം, അന്വേഷണം, ഗവേഷണം അല്ലെ. ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു പുതിയൊരു സർവീസ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോക്കിയേ, മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് systematically collecting, recording and examining data and information. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രോസസ് ആണ് അല്ലെ. എങ്ങനെയാണ് ആ പ്രോസസ് നടത്തുന്നത്? പേഷ്യൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ കളക്ട് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് എക്സാമൈനിങ് നടത്തി നല്ലൊരു റിസൾട്ടിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? പേഷ്യൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്തു, റെക്കോർഡിങ് ചെയ്തു, അത് എക്സാമൈനിങ് നടത്തി അല്ലെ, അനലൈസ് ചെയ്തു, അതിനുശേഷം ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അങ്ങനെയല്ലേ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മള് മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ മാർക്കറ്റ് ഗവേഷണം നമ്മൾ നടത്താറുണ്ട് അല്ലെ. അത് നമ്മൾ സെയിൽ ചെയ്ത് പോകുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ചെയ്തു നോക്കി, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് ഇത് വിറ്റഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഹോസ്പിറ്റലിലും ഒരു പുതിയൊരു സർവീസ് തുടങ്ങാൻ പോകുന്നെങ്കിൽ അതിനെങ്ങനെയാണ്? കസ്റ്റമേഴ്സിൽ നിന്ന്, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, വിലയിരുത്തുന്നു, ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു. ആ പ്രോസസ്സിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല്? അബൌട്ട് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. കസ്റ്റമേഴ്സ് ഇപ്പൊ എന്താണ്? ഒരു പുതിയൊരു മിഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പുതിയൊരു സ്പെഷ്യലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പേഷ്യൻസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, മറ്റു ഹോസ്പിറ്റൽസുകാര്, അവരെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ്, വിപണി അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു രീതിയിൽ നമുക്ക് എന്താണ്? അത് വിറ്റഴിഞ്ഞു പോകുമോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമ്മള്, അല്ലെങ്കിൽ ആ സർവീസ് അവിടെ സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആരെ നോക്കണം? ഇവരെ നമ്മള് മൂന്ന് പേരെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരൊക്കെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചും കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു decide which portion of the population will buy a product or services based on variables such as age, gender, location and income level. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു പുതിയൊരു സേവനം നടത്താൻ പോകുമ്പോ തുടങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ അല്ലെ, എത്ര ടൈപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പിനെ, ഇത്ര ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മള് എന്ത് ചെയ്യുന്നത്? നമ്മള് മുൻകൂട്ടി കാണുന്നത്. ഇപ്പോ ഫീമെയിൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ബേബീസിനെ ആയിരിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൺസ്ക്രീം ആണെങ്കിൽ ലേഡീസിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു സർവീസ്, ഇപ്പൊ ഒരു എന്തെങ്കിലും എന്താ പറയാ ഏതെങ്കിലും ഒരു സർവീസ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏതെങ്കിലും ഒരു സർവീസ് ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ ഇത്ര ടൈപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ മുമ്പിൽ കാണുക. ഇപ്പൊ മുതിർന്നവർക്കുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ള ഏജ് ഗ്രൂപ്പ് നമ്മൾ എടുക്കും, ജെൻഡർ എടുക്കും, ലൊക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ഇൻകം ലെവല്. ഇപ്പോ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ ആളുകൾ പറയുന്നതാണ്, ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഒരു പേഷ്യന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവര് എന്താണ്, ക്യാഷ് ഉള്ളവരാണോ ഇല്ലയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരാണോ എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് അവർ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അവര് ചിലപ്പോ നമ്മൾക്കത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം, പക്ഷെ എന്താണ് കറക്റ്റ് ആണ് അവര് പറയുന്നത്. ലൊക്കേഷൻ നോക്കും, അതുപോലെ തന്നെ ഇപ്പൊ കഴുത്തിൽ നല്ല മാലയും കയ്യിൽ നല്ല വളകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവര് മനസ്സിലാക്കാം ക്യാഷ് ടീമാണ്, അപ്പൊ ഇത്ര ക്യാഷ് കിട്ടാം അല്ലെ. അതെ അങ്ങനെയുള്ള കാര്യം അത് ശരിയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളോട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മള് എന്താണ് അങ്ങനെ അതുപോലെ തന്നെ എന്താ അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ക്യാഷ് ടീം ആണെന്നുള്ളത് കണ്ടിട്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളും ചിലപ്പോ വേണ്ടതായിട്ട് വരില്ല.
എന്താണ് ടെസ്റ്റും കാര്യങ്ങളും നടത്തേണ്ടതായിട്ട് വരില്ല. എന്നാൽ അവര് പറയും ഒരു MRI എടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താം, ഇങ്ങനെ ടെസ്റ്റുകൾ ഇതൊക്കെ എന്തൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു ടാർജറ്റ് ഉണ്ട്. നമുക്കറിയാം ഡോക്ടേഴ്സിനായാലും മെഡിക്കൽ ടീംസിനൊക്കെ ആയാലും ഒരു ടാർജറ്റ് ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പൊ ഒരു എന്താണ് നമ്മുടെ ജെൻഡർ, ലൊക്കേഷൻ, ഇൻകം ലെവൽ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സർവീസ് ഒക്കെ നമ്മൾ നോക്കുന്നത്, അത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ, ആ സർവീസുകൾ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്താണ് ഈ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത് വിഭാഗത്തിൽ പെട്ടവർക്കാണ് ഈ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആകാം അല്ലെങ്കിൽ യൂസ് ആവാം എന്നുള്ളത് നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ നോക്കുന്നത്. ഓക്കെ, ഇൻകം ലെവൽ നോക്കും, അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കും, ജെൻഡർ നോക്കും, ഏജ് നോക്കും. ഇനി എന്താണ് നോക്കിയേ, മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. 2 രീതിയിലുണ്ടെന്നാ പറയുന്നത്. പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, അണ്ടർലൈൻ ചെയ്യാട്ടോ, പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സർവീസ് ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ഓർ ഒബ്സർവേഷൻ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട്. ഓക്കെ, മനസ്സിലായോ? അത്തരം കാര്യങ്ങളാണ് മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത്. വായിച്ചു നോക്കിയേ, റെവന്യൂ എടുക്കുന്നുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രൈമറി മാർക്കറ്റ് റിസർച്ചും സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചും അണ്ടർലൈൻ ചെയ്യാം. എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 3 കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് വായിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോ ഓരോ ലൈൻ വെച്ചൊന്ന് വായിച്ചു നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസിൽ വരുന്നത് കേട്ടോ. അതെ, ടെസ്റ്റ് മാർക്കറ്റിംഗ് അങ്ങനെയാണ്. ചെറിയ ചെറിയ സാമ്പിൾക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് സാമ്പിൾ വൈസ് ഒന്ന് നോക്കും. ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സർവീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യില്ലേ. നമ്മളിപ്പോ ഷാമ്പൂവിന്റെ ഇത് കാര്യം പറഞ്ഞില്ലേ മിസ്, അത് തന്നെ അവിടെ ഓർത്ത് വെച്ചാലും മതി കേട്ടോ, ടെസ്റ്റ് മാർക്കറ്റിംഗിന്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്ര വരെ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. Okay, ma'am.